നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി NSS. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ആവശ്യമുന്നയിച്ചത് സംഘടനാ മുഖപത്രത്തിലൂടെ. മണിമല മാർക്കറ്റ് തുറക്കണമെന്ന് ആവശ്യം. മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. പ്രദേശം ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിഹാര കേന്ദ്രം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീകളുടെ വാർഷികം ആഘോഷിച്ചു. വർണ്ണശബളമായി വനിതാ റാലി. വാർത്തകൾ വിശദമായി. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് NSS നേതൃത്വം. സംഘടനയുടെ മുഖപത്രമായ സർവീസസിലൂടെയാണ് ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം വീണ്ടും ആവർത്തിച്ച് NSS നേതൃത്വം. ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും സർവീസസിലൂടെ NSS ആവശ്യപ്പെടുന്നു. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ വൈദഗ്ധ്യം നിറഞ്ഞ തീർത്ഥാടന ഭരണ സംവിധാനം വേണം. തീർത്ഥാടനത്തിന്റെ അനുഷ്ഠാന പ്രാധാന്യം നിലനിർത്താനും സംരക്ഷിക്കാനും കാലികമായ നടപടികൾ ആവശ്യപ്പെടുമെന്നും NSS നേതൃത്വം അറിയിച്ചു. NSSന്റെ മുഖപത്രമായ സർവീസസിലൂടെയാണ് ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല മാർക്കറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. ഏറെ സജീവമായിരുന്ന ചന്ത നിർത്തലാക്കിയതോടെ ഇവിടം മാലിന്യ ശേഖര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കൂടാതെ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം. കൊറോണയ്ക്ക് മുൻപ് വരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന മണിമല ചന്ത ഇന്ന് മാലിന്യ ശേഖരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രദേശം ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിഹാര കേന്ദ്രം കൂടി ആയിരിക്കുന്നു. കൂടാതെ മഴക്കാലമായതോടെ മാലിന്യ ശേഖരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മലിനജലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ കുടിവെള്ളവും മലിനമാകുന്നുണ്ട്. വേസ്റ്റ് ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഈച്ചയുടെ ശല്യവുമുണ്ട്. ഞങ്ങളിവിടെ തൊട്ട അയൽവക്കംകാരാണ്, തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഴജന്തുക്കൾ, എലി, പാമ്പ്, പഴുതാര, പാറ്റായ, എട്ടുകാലി ഇല്ലാത്ത ജീവികൾ ഒന്നുമില്ല ഞങ്ങളുടെ വീടിനും പരിസരത്തും. വീടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് ഞങ്ങൾക്ക് അതാണ് മാറിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കെല്ലാം തൊട്ടടുത്താണ് കിണറുള്ളത്. ഇവിടുന്ന് വരുന്ന അഴുക്ക് വെള്ളം എല്ലാം കൂടെ ഞങ്ങളുടെ കിണറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അഴുക്ക് വെള്ളം ഞങ്ങളുടെ പറമ്പിലോട്ട് പെരയ്ക്ക് ചുറ്റോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണുള്ളത്. ഇത് മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നാണ് ഇത് തുടങ്ങിയത്. ദേഹത്ത് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ, കൊതുക് ശല്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. 1970 സ്ഥാപിതമായതാണ് മണിമല ചന്ത. മാർക്കറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിടങ്ങളെല്ലാം പുതുക്കിപ്പണിത് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയത് 2004 ഏറെ സജീവമായിരുന്ന നാട്ടുചന്തയിലേക്ക് വെള്ളൂർ, നെടുങ്കുന്നം, കങ്ങഴ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ സാധനം വാങ്ങാനും തങ്ങളുടെ വിളകൾ വിൽക്കുന്നതിനും എത്തിയിരുന്നു. കൊറോണ വന്നതോടെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. തനത് ഫണ്ട് കാര്യമായി ഇല്ലാത്ത മണിമല പഞ്ചായത്തിന് മാർക്കറ്റ് ലേലത്തുകയും വാടകയും ഒരു നല്ല വരുമാന മാർഗം കൂടിയായിരുന്നു. ഒരുപക്ഷെ ഈ മണിമലയിലെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പണ്ട് കാലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നടന്ന സമീപത്ത് ഏറ്റവും നല്ലൊരു ചന്തയായിരുന്നു ഇത്, ഈ മണിമല ചന്ത. പക്ഷേ ഈ കുറച്ചു കാലമായിട്ട് മണിമല പഞ്ചായത്തിലെ മാലിന്യങ്ങൾ മൊത്തം ഇവിടെ കൊണ്ട് തള്ളുകയാണ്. പക്ഷെ അവരൊരു പണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ചോദിച്ചത് താൽക്കാലികമായിട്ട് മാത്രം വെക്കാനുള്ള ഉള്ളൂ ഇവിടെ എന്ന് പറയുന്നു. ഇപ്പോൾ സ്ഥിരമാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് സമിതി നോക്കുന്നത്. പക്ഷെ ഇതിന് ആയിട്ട് തന്നെ വേറെ സ്ഥലം ഇവർ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഇത് മാറ്റുവാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല. നമുക്ക് ചുറ്റുവട്ടത്തോട് നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ സമീപ പ്രദേശങ്ങളെല്ലാം താമസക്കാരുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇതിന്റെ വേസ്റ്റ് കാരണം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെല്ലാം മാലിന്യങ്ങൾ കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് തൊട്ട് കീഴെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടിൽ നടിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി. ഒരുപക്ഷെ ഈ കാലഘട്ടത്തനുസരിച്ച് ഈ ചന്തയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ ഭരണസമിതി ശ്രമിക്കുന്നില്ല. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് തള്ളാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥലം ഇത് സ്ഥിരമായിട്ടാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് 1/2 ഏക്കറോളം വരുന്ന സ്ഥലം മാലിന്യശേഖര കേന്ദ്രമായി മാത്രം മാറ്റിയ പഞ്ചായത്തിന്റെ നടപടിയിൽ രോഷാകുലരാണ് സമീപവാസികൾ. മാർക്കറ്റ് എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് CDS വാർഷികവും വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറലും നടന്നു. പാമ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറലും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയി അധ്യക്ഷത വഹിച്ച സമ്മേളനം ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് വെളിയനാട് മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി. ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാധാവി നായർ വയോജന കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലിസി ജോൺ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. സാബു M എബ്രഹാം, രാജീവ് M കൃഷ്ണൻ, VM പ്രദീപ്, ES സാബു, സന്ധ്യ രാജേഷ്, ശശികല PS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പാടുപെടുന്ന ആധുനിക സമൂഹത്തിൽ സമ്പൂർണ്ണ സൗഖ്യത്തിന് ആയുർവേദം അനിവാര്യമാണെന്ന് മന്ത്രി VN വാസവൻ. പരുത്തുംപാറ, ചാന്നാനിക്കാട്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പാടുപെടുന്ന ആധുനിക സമൂഹത്തിന്റെ സമ്പൂർണ്ണ സൗഖ്യത്തിന് ആയുർവേദം അനിവാര്യതയാണെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പരുത്തുംപാറ, ചാന്നാനിക്കാട്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ബെസോലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. സഭ ആദ്യമായിട്ടാണ് ഒരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പൂർണ്ണ സൗഖ്യമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഡോക്ടർ യോഹന്നാൻ മാർദിയസ് കോറസ് മെത്രോപൊലീത്ത, പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ, വാർഡ് മെമ്പർ NK കേശവൻ, ആത്മാ ട്രസ്റ്റി റോണി വർഗീസ്, സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു. ആയുർവേദ ആശുപത്രി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും പഴമയുടെ തനതായ ഭാവത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഈ ഉദ്യമം ഇടയാകട്ടെ എന്നുമുള്ള മന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുക്കുന്നതായി പരിശുദ്ധ കത്തോലിക്ക ബാവ പറഞ്ഞു. ഒരു ക്ലിനിക്കായി ആരംഭിച്ച് തുടർന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന നിലയിലേക്ക് വളർന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്നും ബാവ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബിനോയ് വേളൂർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ശ്വാസം ഡിസംബർ 13-ന് തിയേറ്ററുകളിൽ എത്തും. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ വളർത്താൻ പാടുപെടുന്ന മാതാപിതാക്കളുടെ കഥ പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥയും ബിനോയ് വേളൂരിന്റെ തന്നെയാണ്. നിരവധി അവാർഡുകൾ നേടിയ മോസ്കോ കവല, ഒറ്റമരം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ബിനോയ് വെള്ളൂരിന്റെ പുതിയ ചിത്രം ശ്വാസം ഡിസംബർ 13-ന് തിയേറ്ററുകളിലേക്ക്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ വളർത്തിയെടുക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ശ്വാസം എന്ന് സംവിധായകൻ ബിനോയ് വെള്ളൂർ പറഞ്ഞു. നമ്മുടെ സമൂഹത്തില്, നമ്മുടെ വീടുകളിൽ മെന്റലി ചലഞ്ചായിട്ടുള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾ ഉള്ളവരല്ലെങ്കിൽ അടുത്തറിയാവുന്നവരൊക്കെ കാണും. അവരുടെ മാതാപിതാക്കൾ ആ കുട്ടികളെ, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ പാടുപെടുന്ന പാടുകൾ, അവരുടെ ജീവിതങ്ങൾ ഒരു നേർ അനുഭവമായി തന്നെ ഞാൻ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു കഥ എഴുതുകയും അത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രമാണ് ശ്വാസം. ഒരു ഫീൽ ഗുഡ് എന്ന് പറയാവുന്ന ഒരു മൂവിയാണ്. ഏതൊരു മനുഷ്യ ഹൃദയങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേദനയോടുകൂടി സഹതാപത്തോടുകൂടി ആ സമൂഹത്തെ കാണുക, അല്ലെങ്കിൽ അവരെ അറിയുവാൻ ഈ സിനിമ ഉതകും എന്നുള്ളത് എനിക്ക് നിശ്ചയമുള്ള ഒരു കാര്യമാണ്. ബിനോയ് വെള്ളൂർ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം സുനിൽ സക്രിയയാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, നീന കുറുപ്പ്, ആദർശ് ബാബു, സൂര്യ ജെ മേനോൻ, ആർട്ടിസ്റ്റ് സുജാതൻ, അൻസിൽ, അജീഷ് കോട്ടയം എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഡിസംബർ 13-ന് തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റ് റിലീസും അതേ ദിവസം നടക്കും. ഓഡിയോ കാസറ്റ് റിലീസിൽ ചലച്ചിത്ര സംവിധായകൻ ജയരാജ്, കലൈമാമണി തിരുവിഴ ജയശങ്കർ, ഫാദർ ഡോക്ടർ AP ജോർജ്, മ്യൂസിക് ഡയറക്ടർ പൂഞ്ഞാർ വിജയൻ, ആരവ പബ്ലിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ അശോക് ആരവം തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ എക്യുമെനിക്കൽ ആയി അരുവിത്തുറ പള്ളിയിൽ ആചരിച്ചു. സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആചരണം. തിരുനാളിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പുറത്തു നമസ്കാരവും വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരുടെ സന്ദേശങ്ങളുമായി നടത്തപ്പെട്ട തിരുനാൾ ആചരണം വേറിട്ടതായിരുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന അധ്യക്ഷനുമായ
ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രോപ്പൊലീത്ത, ജ്ഞാനായ യാക്കോബായ സമുദായ വലിയ മെത്രോപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് പിതാവ്, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എക്യുമേനിക്കൽ കമ്മീഷൻ ചെയർമാനും സീറോ മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് സാമുവൽ മാർ എറിനിയാസ് മെത്രോപ്പൊലീത്ത, സീറോ മലബാർ എക്യുമേനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എക്യുമേനിക്കൽ റാംശ നമസ്കാരത്തിൽ സുറിയാനി ഭാഷയും സംഗീതവും ഉപയോഗിച്ചത് സഭകൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കുര്യാക്കോസ് മാർ സേവറിയോസ് അഭിപ്രായപ്പെട്ടു. മാർത്തോമാ സ്ലീഹയുടെ മിശിഹ അനുഭവം സ്ലീഹയിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയത് അല്പം പോലും കുറയാതെയും കൈമോശം വരാതെയും നമ്മുടെ തലമുറയിൽ കാത്തുസൂക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്ന് ബിഷപ്പ് സാമുവൽ മാർ ഐറിനിയോസ് പ്രബോധിച്ചു. അരുവിത്തൂറ മാർ ഗീവർഗീസ് സഹദ, ഫെറോനപ്പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ, സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. 6ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ 4-5 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശവുമായി പുറത്തിറങ്ങുന്ന ചിത്രങ്ങളുടെ അന്താരാഷ്ട്ര മത്സരവേദി കൂടിയാണ് റെയിൻ. ബേഡ്സ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെയും MG യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത സഹകരണത്തിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രകൃതി പുരസ്കാരം കുമരകം സ്വദേശി NS രാജപ്പന് നൽകും. ഡിസംബർ 4-ന് നടക്കുന്ന സമ്മേളനം MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5-ന് നടക്കുന്ന സമാപന സമ്മേളനം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ കാവ്യ S ദാസ്, സംവിധായകൻ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതിയെക്കുറിച്ച് ഉള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രകൃതി പുരസ്കാരം ഗോൾഡൻ എലിഫന്റ് എന്നുള്ള ഒരു അവാർഡുണ്ട്. അത് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് NS രാജപ്പൻ, കുമരകം സ്വദേശിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പരിസ്ഥിതി സ്വയം തന്നെ ഒരു വഞ്ചിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അന്ന് വൈകല്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഈ ഇതിൽ ഗോൾഡൻ എലിഫന്റ് അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ആ മീറ്റിംഗിൽ, ആ 2 ദിവസത്തെ പ്രോഗ്രാമിൽ കൊടുക്കുകയും ചെയ്യും. 4-ാം തീയതി, ഡിസംബർ 4-ാം തീയതി രാവിലെ വൈസ് ചാൻസലറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ശ്രീ ജയരാജന്റെ കൂടെ തന്നെ പ്രശസ്തരായ സിനിമാ പ്രവർത്തകർ ശ്രീ രഞ്ജി പണിക്കർ, ജാസി ഗിറ്റ്, ടിനി ടോം, കൈലാസ് എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ D കുര്യാക്കോസ് MPയും അവിടെ ഉണ്ടായിരിക്കും. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രദർശിപ്പിക്കും. 50-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ തന്നെ എടുത്ത സിനിമകളും അവിടെ പ്രദർശിപ്പിക്കും. അത് 2ാമത്തെ ദിവസം അത് അവസാനിക്കുന്നത് ശ്രീ VN വാസവൻ അവർ, നമ്മുടെ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവര് സമ്മാനദാനം നിർവഹിക്കും. ഇതൊരു സ്വർണ്ണപ്പണയ വായ്പ പ്രതിമാസ തിരിച്ചടവ് സംവിധാനത്തിലേക്ക് മാറ്റാൻ നീക്കം. ഇതനുസരിച്ച് സ്വർണ്ണപ്പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറും. മറ്റു വായ്പകൾ തിരിച്ചടക്കുന്നത് പോലെ സ്വർണ്ണപ്പണയ സംവിധാനവും മാറ്റണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സ്വർണ്ണപ്പണയം വെച്ചുള്ള വായ്പകൾ കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഏറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് EMI വ്യവസ്ഥ ഏർപ്പെടുത്തുന്നത് ആലോചനയിലുള്ളത്. നിലവിൽ സ്വർണ്ണപ്പണയം ഈ രീതിയിലുണ്ടെങ്കിലും കൂടുതൽ ഇടപാടുകാരും ഇത് കണക്കാക്കാതെ വാർഷിക കണക്കിൽ പണയം പുതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഇനി മാറ്റം വരിക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തുടർച്ചയായി 9ാം വർഷവും ജില്ലയിലെ ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നിലനിർത്തി ജോമോൻ കുരുവിള. ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും ഇദ്ദേഹം A ഗ്രേഡ് കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ടീച്ചിംഗ് എയ്ഡ് മത്സര വിഭാഗത്തിൽ കോട്ടയം ജില്ലയിൽ തുടർച്ചയായ 9ാം വർഷവും 1ാം സ്ഥാനം ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജോമോൻ കുരുവിളയ്ക്ക്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും A ഗ്രേഡ് ഫിസിക്സ് അധ്യാപകനായ ജോമോൻ ലഭിച്ചു. ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറം പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം കൂടുതൽ വേണമെന്നാണ് ജോമോൻ സാറിന്റെ നിലപാട്. മാഗ്നറ്റിക് ഫീൽഡ്, ബൾബ് സീരീസ്, ലിക്വിഡ് പ്രിസം തുടങ്ങി വിവിധ ശാസ്ത്ര പാഠഭാഗങ്ങളിലെ സംശയങ്ങളുടെ കുരുക്കഴിച്ചാണ് ജോമോൻ സാറിന്റെ ക്ലാസുകൾ നടക്കാറുള്ളത്. പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നവ മാത്രം പറഞ്ഞു പോകാതെ അവയുടെ പ്രായോഗിക തലം കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാണ് അധ്യയനം. ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിന് മാത്രമല്ല ജോമോന്റെ ഈ പ്രയത്നങ്ങൾ
കുട്ടികളുടെ കൂടെ സഹായത്തോടെ വിവിധ ടീച്ചിംഗ് എയ്ഡ് വസ്തുക്കൾ നിർമ്മിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ചാണ് പഠനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 തവണയും റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ടീച്ചിംഗ് എയ്ഡ് ശാസ്ത്ര വിഭാഗത്തിൽ 1ാം സ്ഥാനം ജോമോൻ സാറിനാണ്. ഞാനൊരു ഈ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകൻ എപ്പോഴും പഴയതുപോലെയല്ല, കുട്ടികൾക്ക് ഇപ്പോൾ പഴയതിലുമൊക്കെ വളരെയധികം വിജ്ഞാനമുണ്ട്. അധ്യാപകൻ്റെ റോളൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 8, 9, 10 ഫിസിക്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികൾക്കും ഉപയുക്തമായ ടീച്ചിങ് എയ്ഡുകൾ ഞാൻ നിർമ്മിക്കാറുണ്ട്. ഇപ്പോൾ ഈ 11 വർഷത്തിനോടിടയ്ക്ക് ഏതാണ്ട് പാഠപുസ്തകങ്ങളിലെ 8, 9, 10 പാഠപുസ്തകങ്ങളിലെ മുഴുവൻ പാഠങ്ങളും കുട്ടികൾക്ക് ഗ്രാഹ്യമായ രീതിയിലുള്ള ടീച്ചിങ് എയ്ഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ്. ഹെഡ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി, ഇങ്ങനെ സയൻസ് അധ്യാപകർ, സയൻസ് ക്ലബിലെ കുട്ടികൾ, ഇവരുടെ എല്ലാം ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഈ നേട്ടത്തിൽ എത്താനായിട്ട് പ്രേരിപ്പിച്ചത്. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി. അധ്യാപക മത്സരാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും 1ാം സ്ഥാനം ജോമോൻ സാറിന് തന്നെയാണ്. സംസ്ഥാന തലത്തിൽ എ ഗ്രേഡും എല്ലാ വർഷവുമുണ്ട്. ഇത്രയും വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ തുടർച്ചയായി മത്സരിക്കുന്നത് താൻ മാത്രമാണെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ പഠന മികവ് വർദ്ധിക്കുന്നതിനൊപ്പം അധ്യാപകന്റെ നേട്ടത്തിലും സ്കൂളിന് അഭിമാനം തന്നെയാണെന്ന് ഹെഡ്മാസ്റ്റർ ജോജി എബ്രാഹിം പറഞ്ഞു. സാർ, ഈ ടീച്ചിങ് എയ്ഡുകൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഏതാണ്ട് എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും, ഹൈസ്കൂൾ വിഭാഗത്തിലെ എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ടീച്ചിങ് എയ്ഡുകളും സാറിന് സ്വന്തമായിട്ട് സാറിൻ്റെ കൈവശം ഉള്ളതുകൊണ്ടും സാറിന് അത് ഉപയോഗിച്ച് സാറിൻ്റെ സ്കൂളിലെ ക്ലാസ്സുകളും ഏറ്റവും ആകർഷകമായിട്ട്, രസകരമായിട്ടും ആസ്വാദികരമായിട്ടും എടുക്കുവാനായിട്ടും സാറിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികൾക്ക് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തലുകളിലേക്ക് എത്തുക എന്ന ഒരു രീതിയാണ് സാറിൻ്റേത്. തീർച്ചയായിട്ടും സാറ് ഈ വിദ്യാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ്, വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ 12 വർഷമായി ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനാണ് ജോമോൻ കുരുവിള. അധ്യാപകരുടെ സംസ്ഥാനതല ട്രെയിനർ കൂടിയാണ് ഇദ്ദേഹം. ഫിസിക്സ് പാഠഭാഗത്തിലെ ഏതാണ്ട് എല്ലാ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കും സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങൾ സാറിന്റെ പക്കലുണ്ട്. സുഹൃത്തുക്കളായ മറ്റ് അധ്യാപകർക്കായി മറ്റ് സ്കൂളുകളിലും തന്റെ ടീച്ചിങ് ഉപകരണങ്ങൾ ഇദ്ദേഹം എത്തിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കോഴ്സിൽ പരിശീലകന് ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 31. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള കാപ്പാട് പന്നി വളർത്തൽ കേന്ദ്രത്തിൽ ഉണങ്ങി അപകടാവസ്ഥയിൽ നിൽക്കുന്ന 2 മരങ്ങൾ നവംബർ 26 രാവിലെ 11:30 ലേലം ചെയ്യും. വിവരങ്ങൾക്ക് ഫോൺ 048282352621. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSKയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിന് ആവശ്യമായ സ്കൂട്ടറും അനുബന്ധ സാധനങ്ങളും വാങ്ങുന്നതിന് അംഗീകൃത ഏജൻസികളിൽ നിന്നും ദർഖാസ് ക്ഷണിച്ചു. ടെൻഡറുകൾ നവംബർ 29 ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 9446027182. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി NSS. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ആവശ്യമുന്നയിച്ചത് സംഘടനാ മുഖപത്രത്തിലൂടെ. മണിമല മാർക്കറ്റ് തുറക്കണമെന്ന് ആവശ്യം. മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. പ്രദേശം ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിഹാര കേന്ദ്രം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീകളുടെ വാർഷികം ആഘോഷിച്ചു. വർണ്ണശബളമായി വനിതാ റാലി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.